നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇത് വന്നിട്ട് പഞ്ചമിതിഥി അപ്ഡേറ്റ് ആണ്. വരുന്ന ജൂൺ മാസം തേയ്പിറ പഞ്ചമി തിഥി വരുന്നത് 5-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 4-ാം തീയതി വ്യാഴാഴ്ച 9 മണിയോടുകൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. 2 വർഷമായിട്ട് നമ്മുടെ ചാനൽ കണ്ടിന്യൂസ്ലി പിന്തുടർന്ന് വരുന്നവർക്ക് ഓൾ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനൽ പുതിയതാണ്, നിങ്ങൾക്കും ചേർന്നച്ചാൽ ഇതിന്റെ പ്രൊസീജിയേഴ്സ് അറിയണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ചേരാവുന്നതാണ്. ഇന്നത്തെ പതിവിന് വന്നിട്ട് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഞാൻ ഞായറാഴ്ചകളിൽ സൺഡേസിൽ വീഡിയോ പോടുന്നതല്ല, ബട്ട് ഇത് വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയത്. അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം തൊട്ടേ ഒരു 2.5 വർഷം തൊട്ടേ നമുക്ക് കാനഡയിൽ നിന്ന് ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. അവർ വന്നിട്ട് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഇരുന്നിട്ടേ വരികയായിരുന്നു. അത് മാത്രമല്ല, അവർക്ക് അബ്ഡോമൻ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ സർജറി, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നത്തിൽ ഇരുന്നിട്ട് വരികയായിരുന്നു. അവർക്ക് ഞാൻ അന്ന് പറഞ്ഞു കൊടുത്ത ഒരു റെമഡിയാണ്. അവർ വന്നിട്ട് അത് ഒരു 7 months ആണ് കണ്ടിന്യൂസ്ലി ചെയ്തത്. മിറാക്കിൾ എന്ന് തന്നെ പറയാം. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ബലമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അക്ക അത് എന്നോട് ഷെയർ ചെയ്തപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പതിവ് ചെയ്തത്. ഇത് വന്നിട്ട് കണ്ണീറിന്, പണവരവിന്, നല്ല ജോലി കിട്ടാനായിട്ട്, വിവാഹം നടക്കാനായിട്ട്, എല്ലാത്തിനും ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാട്. നിങ്ങൾ ഇത് മിസ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളുക. ഈ വഴിപാട് വന്നിട്ട് ഇന്ന് ഞായറാഴ്ച ചെയ്യേണ്ട ഒരു എളിയ വഴിപാട്. ഇതിനാവശ്യമുള്ള 2 പൊരുட்கள் എന്താ വെച്ചാല്, നമ്മുടെ വീട്ടിലെ കിച്ചണിലെ ഉള്ള നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന 2 പൊരുட்கள் കാണുന്നുണ്ടല്ലോ എന്താന്ന്. അത് വന്നിട്ട് വെളുത്തുള്ളി, ഗാർലിക് എന്നും തമിഴില് പൂണ്ടെന്നും പറയും. അതുപോലെ തന്നെ ഗ്രാമ്പു. ഈ 2 പൊരുட்களுം മതി. ഇപ്പൊ ഈ 2 പൊരുட்களுം നോക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് വരാം, ഇവര് വന്നിട്ട് സമയലറയിലിരുന്ന് എല്ലാം എടുത്ത് ഓരോന്ന് ചെയ്യുന്നു, ഒന്നും നിങ്ങൾ വിട്ടുവയ്ക്കില്ലേ എന്ന്. ഇല, ചെടി, കൊടി, വേരിലിരുന്ന് എല്ലാം എടുക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ പലരും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാല് മനസ്സിലാക്കിക്കൊള്ളുക, ഓരോരോ പൊരുളിനും വന്നിട്ട് ഓരോരോ മഹത്വം ഇരിക്കുന്നുണ്ട്. ഒരു ചില പേര് ഇത് വന്ന് വിശ്വസിക്കും, എന്നാലും ഒരു ചില പേര് പറയും ഇതെല്ലാം വന്നിട്ട് കെട്ടുകഥകളാണ്, കള്ളം പറയുന്നതാണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല എങ്കിൽ ഈ പതിവ് വന്നിട്ട് നിങ്ങൾക്ക് ധാരാളമായിട്ട് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഉപയോഗപ്പെടുന്ന ജോലി ഉണ്ടെങ്കിൽ അത് പോയി ചെയ്തോളുക. എന്നാല് അടുത്ത കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾ കുറച്ച് ജാഗ്രതയിരുന്ന് നോക്കിയാല് നിങ്ങളുടെ പണം പ്രശ്നങ്ങള് പെട്ടെന്ന് എളിയ ഒരു വഴിപാട് മുറ കൊണ്ട് നീക്കപ്പെടുന്നു. അത് നീക്കം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന്. അങ്ങനെയുള്ള ഒരു വഴിമുറ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് பயன்படுത്തുന്ന ഈ 2 പൊരുൾകൾക്കും വന്നിട്ട് തനിയായിട്ടുള്ള ഗുണങ്ങൾ ഇരിക്കുന്നുണ്ട്. പൊതുവായിട്ട് പറഞ്ഞാല് ഈ നമ്മുടെ ഗാർലിക്, വെളുത്തുള്ളി വന്നിട്ട് ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ കുക്കിങ്ങിന് യൂസ് ചെയ്യില്ല. അത് നമ്മുടെ ഫ്രഷ്നെസ് കളയും, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. പിന്നെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ പോകുന്നവര്, അങ്ങനെയുള്ളവരൊന്നും ഇത് ധാരാളമായിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ ദേഷ്യം വന്നിട്ട് കൂട്ടും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാല് നിറയെ താന്ത്രിക വിഷയങ്ങള് ഈ വെളുത്തുള്ളിയെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പൂണ്ട് വന്നിട്ട് നമ്മള് തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയാല് ഏത് തരത്തിലുള്ള മോശപ്പെട്ട കെട്ട ശക്തികളും നമ്മുടെ അടുത്തേക്കേ വരില്ല. നമുക്ക് ദുർസ്വപ്നം കാണില്ല, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല നിദ്ര നമുക്ക് ഉണ്ടാവും. ഇതെല്ലാം വന്നിട്ട് ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങള്. കുറെ പേര് വന്നിട്ട് കാര്യം എന്തെന്ന് മനസ്സിലാക്കാതെ തന്നെ ഇതൊന്നും വർക്കൗട്ട് ആവില്ല, ഇതെല്ലാം വന്നിട്ട് ചുമ്മാ പറഞ്ഞിട്ടിരിക്കുകയാണ്, ഇവര് ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഓരോന്ന് പറയുന്നു എന്നൊക്കെ ഒന്നിറയെ പേര് ചിന്തിക്കുന്നുണ്ടാവാം. അത് മാത്രമല്ല കമന്റിലും എനിക്ക് വരുന്നതാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് വരുന്നവർക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഒരുപാട് സഹോദരിമാര് അത് ഡെയിലിയും എന്നെ മെസ്സേജ് വഴി അറിയിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഉപകാരപ്പെടും.
അതിനാൽ ഇത് മിസ് ചെയ്യാതിരിക്കുക. ഇതിൽ വന്നിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കുന്നതിനായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്തോളുക. ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് ആരും നിങ്ങളെ കമ്പൽ ചെയ്യുന്നില്ല. ശരിയാ? ഈ പൂണ്ട് വന്നിട്ട് പണ്ടുകാലം മുതലേ നമ്മളിടം ഇരിക്കുന്ന കെട്ട ശക്തികളെ ഓടിച്ചു വിടുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തി വരുന്നു. എങ്ങനെ നമ്മൾ വന്നിട്ട് മാവിലയിൽ തോരണം കെട്ടുമില്ലേ, വേപ്പിലയിൽ തോരണം കെട്ടുമില്ലേ, അതുപോലെ തന്നെ നിറയെ വീടുകളിൽ പൂണ്ടുകൊണ്ട് തോരണം കെട്ടാറുണ്ട്. ഇത് വന്നിട്ട് കൂടുതലും എബ്രോഡ്, അതായത് യൂറോപ്യൻ കൺട്രീസിലാണ് ജാസ്തിയായിട്ട് ചെയ്തു വരുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് റിലേറ്റഡ് ടു ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി മൂവീസ് നിങ്ങൾ നോക്കിയാൽ അതിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, ഈവിളായി, അതെല്ലാം നമ്മളിൽ നിന്ന് എടുത്ത് അകറ്റി മാറ്റുന്നതിനായിട്ട് ഈ പൂണ്ട് വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി സോഴ്സ് എന്ന് തന്നെ പറയാം. നമുക്കിട്ട് ഇരിക്കുന്ന കൺദൃഷ്ടിയെ നമ്മൾ കല്ലുപ്പ് വെച്ചിട്ട് എങ്ങനെ നീക്കുന്നുവോ അതുപോലെ തന്നെ ഒരു പൂണ്ടുണ്ടല്ലോ, അതായത് വെളുത്തുള്ളി ഒരല്ലിയല്ല, അതിന്റെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ തലയിലിരുന്ന് കാൽപാദം വരേക്കും ഈ പൂണ്ട് നമ്മളുടെ ശരീരത്തിൽ തൊടുന്ന മാതിരി, ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന മാതിരി എടുത്ത് ജസ്റ്റ് നിങ്ങൾ അതിനെ എടുത്ത് ടോയ്ലറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്തോളുക. സോ ദാറ്റ് നെഗറ്റിവിറ്റി നമ്മളെ വിട്ട് അത് അകന്നു പോകുന്നു എന്നാണ് അതിന് മീനിങ്. ശരിയാ? ഇത് ചെയ്യുമ്പോൾ അതാണ് നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇരിക്കുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നത് വന്നിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളുക. നിങ്ങൾക്ക് നിറയെ വിഷയങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. എബ്രോഡിൽ ഈ പൂണ്ട് വന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം പല പല ആവശ്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഈ പൂണ്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിലും മുഖ്യമായിട്ട് എന്താ വെച്ചാല് പേഗൻ ട്രഡീഷൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയെ അവര് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് നെഗറ്റിവിറ്റിയെ നമ്മളിടം ഇരുന്നിട്ട് എടുത്തു മാറുന്നതിനാണ് ഈ പേഗൻ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട്, ദെൻ ടു അട്രാക്ട് പ്രോസ്പെരിറ്റി, ഇതുമാതിരി നിറയെ കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് പാഗൺ ട്രഡീഷൻസ്, പാഗൺ പാരമ്പര്യം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അറിയണ വെച്ചാല് ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ. ഈ ഗാർലിക് റിച്വൽസ് എന്നീ ഒത്തിരി കാര്യങ്ങൾ അതിലിരിക്കുന്നുണ്ട്. എങ്ങനെയെല്ലാം യൂസ് ചെയ്യാന്നൊക്കെ അതിലുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സ് ഉണ്ടല്ലോ, പൈസ വെക്കുന്ന പേഴ്സിനകത്ത് ഒരല്ലി പൂണ്ടെടുത്തിട്ട് വയ്ക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്തെല്ലാം നിങ്ങൾ മണി പേഴ്സിൽ വയ്ക്കാൻ പറയുന്നുവെന്ന് ചില പേര് തിരിച്ചു ചോദിക്കാം. സോ ഇനി പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഫുൾ വിശ്വാസത്തോടു കൂടി ഇന്ന് രാത്രി തന്നെ ചെയ്ത് നോക്കിക്കോളുക. വേറൊന്നും നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യണം, നമ്മൾ ഡെയിലി റൂട്ടീൻ കറക്റ്റായിട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഈ താന്ത്രികവും മാന്ത്രികവും കൂടെ വർക്കൗട്ട് ആവത്തുള്ളൂ. അത് ഓർത്തോളുക. പൊതുവെ നമ്മൾ ഞായറാഴ്ച വന്നിട്ടാണ് ദൃഷ്ടി കഴിക്കുന്നത്, പിന്നെ ഒരു ചില പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത്, അതൊക്കെ അറിയാമല്ലോ. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും വന്നിട്ട് ദൃഷ്ടി എടുക്കാറുണ്ട്. ഇതുവരെ ഫോളോ ചെയ്താത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദൃഷ്ടി കഴിച്ച് കളയുക. നിങ്ങളിത് ഞായറാഴ്ച ചെയ്തോളുക. അതിനാണ് അത്യാവശ്യമായിട്ട് തന്നെ ഇന്ന് തന്നെ ഞാൻ ഈ ഞായറാഴ്ച ഈ പതിവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, പണത്തിന്റെ തടസ്സം നീങ്ങാനായിട്ട്, സെൽവസെഴിപ്പിനായിട്ട്, അതായത് സാമ്പത്തികം വന്നു ചേരാനായിട്ട്, അതായത് പണ അഭിവൃദ്ധി വന്നിട്ട് നമ്മുടെ വീട്ടിൽ വരവയ്ക്കണം. പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങള്, ജോലി, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനും വേണ്ടിയിട്ടും നിങ്ങളിത് ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് ഞായറാഴ്ച ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യുക. ഞാനിതിൽ 10 മണി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് 10 മണിയെന്ന് കമ്പൽസറി ഇല്ല. നിങ്ങളിപ്പോൾ 11 മണിക്കാണോ ഉറങ്ങുന്നതെങ്കിൽ അതിന് മുന്നേ ചെയ്തോളുക. ബട്ട് നെക്സ്റ്റ് ഡേ ആവരുത്, 12 മണിക്കും ആവരുത്, 11:50 ചെയ്തോളുക. ഓക്കെ. വേറൊന്ന്, ഇത് വന്നിട്ട് നിങ്ങൾ നോൺ വെജ് കഴിച്ചാൽ ചെയ്യാമോ, പീരീഡ്സ് ടൈമിൽ ചെയ്യാമോ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇതിന് യാതൊരുവിധ കെട്ടുപാടുകളും ഇല്ല. നോൺ വെജ് കഴിച്ചിട്ടും ചെയ്യാം, പീരീഡ്സ് ടൈമിലും ചെയ്യാം, ഫാമിലിയിൽ ഒരു ബർത്ത്, ഡെത്ത് ഇത് നടന്നാലും ചെയ്യാം. ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ഇതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ബട്ട് നൈറ്റ് സമയത്ത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യാൻ പാടുള്ളൂ. ഇതിന് വന്നിട്ട് നിങ്ങൾ നല്ല നിലയിലിരിക്കുന്ന ഒരു പൂണ്ട്, ഒരു ഗാർലിക് എടുത്തോളുക. പൂണ്ടോട് ആ സ്ട്രോങ് ആയ വാസന, അതായത് ആ സ്മെല്ല്, ചില പേര് വന്നിട്ട് ബാഡ് സ്മെല്ല് എന്ന് പറയും. എന്തോ എങ്ങനെയോ ഈ സ്മെല്ല് തന്നെ വന്നിട്ട് നെഗറ്റിവിറ്റിയെ മാറ്റി തരുന്നത്. ആ മേലെ ഇരിക്കുന്ന ഇത് വന്നിട്ട് നമുക്കിട്ടായിരുന്നു നമ്മുടെ നെഗറ്റിവിറ്റി എല്ലാം നീക്കി തരും. സോ
ആ മുഴുവേ ഇരിക്കുന്ന വെളുത്തുള്ളി, അത് ഏത് വെളുത്തുള്ളി ആയാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ദെൻ കൂടെ 6 ഗ്രാമ്പ് എടുക്കണം. മുട്ടെല്ലാം നല്ല അഴകായിട്ടിരിക്കുന്ന, ഒന്നും ഉടഞ്ഞു പോവാത്തത് നോക്കിയിട്ടുള്ള ഗ്രാമ്പു 6 എടുത്തോളുക. ഈ പടത്തിൽ ഇപ്പൊ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നില്ലേ, അതുപോലെ ഇതിൽ ചുറ്റിലും കുത്തി വെക്കുക. ഇപ്പോ വെളുത്തുള്ളി ഒരു മുഴുവൻ വെളുത്തുള്ളി എടുത്താൽ നിക്കത്തില്ലല്ലോ, അതിനാല് ഞാൻ അടിയിലൊരു അകൽ വിളക്ക് വെച്ചിട്ട് അതിന്റെ മേലെയാണ്, മൺവിളക്ക് വെച്ചിട്ട് അതിന്റെ മേലെയാണ് ഇത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ കുത്തി നിർത്താൻ പറ്റുന്ന ഏതെങ്കിലും വെച്ച് നിങ്ങൾക്കും വെക്കാവുന്നതാണ്. ശരിയാ? ഗ്ലാസ് ബൗൾ വേണമെങ്കിൽ അതെടുക്കാം, പക്ഷെ ലോഹത്തിലുള്ളതൊന്നും എടുക്കാൻ പാടില്ല. മെറ്റൽ, സ്റ്റെയിൻലെസ് സ്റ്റീലോ കിണ്ണമോ തട്ടോ അതൊന്നും എടുക്കണ്ട. ഇത് പേപ്പർ ഗ്ലാസ് എടുത്താലും പ്രശ്നമില്ല. ശരിയാ? സോ ഇത് നിങ്ങൾ എടുത്തോളുക. ഈ 2 പൊരുൾ മാത്രം പോതും. പിന്നെ ഒരു ചില പേര് വന്നിട്ട് അടിയിൽ കല്ലുപ്പ് വെക്കാറുണ്ട്, വേണമെങ്കിൽ വെച്ചോളുക, അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ബട്ട് ഈ 2 പൊരുൾകൾ വന്നിട്ട് ഭയങ്കര അത്യാവശ്യമായത്. ശരിയാ? ഇത് നിങ്ങൾ ഞായറാഴ്ച വന്നിട്ട് രാത്രി എവിടെ വയ്ക്കണമെന്ന് നോക്കിയാല്, നിങ്ങൾ പണം എവിടെ വയ്ക്കുന്നുവോ, പൊതുവാകെ നമ്മൾ നോക്കിയാല് നമ്മുടെ വീട്ടിലെ ബ്യൂറോ എവിടെ വയ്ക്കുന്നു ചോദിച്ചാല് കുബേരമൂലയിലല്ലേ. ബ്യൂറോയുടെ കഥവ് വന്നിട്ട് വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തുറക്കുന്ന മാതിരിയല്ലേ വെക്കുന്നത്. സോ നിങ്ങൾ വന്നിട്ട് ഈ ബ്യൂറോയിലെ അടിയിൽ വേണം ഇത് വയ്ക്കാനായിട്ട്. വാൾ അറ്റാച്ച്ഡ് അല്ലാത്തത് അടിയിലോട്ട് വെക്കുക. എന്നാൽ വാൾ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ബ്യൂറോ ആണെങ്കിൽ സൂക്ഷിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി നിങ്ങൾ വെച്ചോളുക. ദെൻ ഇത് വന്നിട്ട് മന്ത്ലി വൺസ് നിങ്ങൾ മാറ്റണം. ഇപ്പൊ ഇന്നൊരു ഞായറാഴ്ച ചെയ്തു, അങ്ങനെ വച്ചു. ഇനി നിങ്ങൾ അടുത്ത മാസത്തിൽ ഒരു ഞായറാഴ്ച ഇതെടുത്ത് കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളഞ്ഞതിന് ശേഷം സെയിം പ്രൊസീജിയർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോളുക. 1 പൂണ്ട്, ഒരു 6 ഗ്രാമ്പു. ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര രൂപയാ ചെലവാകുന്നെന്ന് കരുതുന്നത്? കൂടിപ്പോയാൽ ഒരു 30 രൂപയിലിരുന്ന് 40 രൂപ വരേക്കും. 1 പൂണ്ടിന് എത്ര രൂപയാ വരുന്നത്? സോ 50 രൂപയ്ക്കുള്ളിലേ കൂടിപ്പോയാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെലവ് വരത്തുള്ളൂ. എന്നാല് ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദായം എന്നത് മതിപ്പില്ലാത്തത്, അത്രയ്ക്കും ഫലം നിങ്ങൾക്ക് കിട്ടും. സോ വിശ്വാസം ഇരിക്കുന്നവർ ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഡൗട്ട്, ഇൻ കേസ് എൻ്റെ വീട്ടിൽ ഒരു 2-3 റൂമും 2-3 ബ്യൂറോ ഒക്കെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന ഇടത്തില് ക്യാഷ് ബോക്സ്, അൽമാരി എല്ലാം ഇരിക്കുന്നുണ്ട്, ലോക്കറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ വെക്കാമോ എന്ന് ചോദിക്കും. ധാരാളമായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ആ തടസ്സങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു മാറിത്തരും. പണം നിങ്ങളുടെ വരും. അത് മാത്രമല്ല കൺദൃഷ്ടി എല്ലാം പോയി കിട്ടും. പണവരവിനുള്ള സോഴ്സ് നിങ്ങൾക്ക് വന്നു ചേരും. ഓട്ടോമാറ്റിക്കലി പണം വരുമ്പോൾ നമ്മുടെ കടങ്ങളെല്ലാം അല്ലേ നമ്മൾ അടയ്ക്കുന്നത്, അപ്പോൾ കടം പ്രശ്നം മാറിക്കിട്ടും. സോ നിമ്മതിയായിട്ട്, അതായത് സമാധാനത്തോടു കൂടെയുള്ള ഒരു ജീവിതം ജീവിക്കാൻ പറ്റുമെന്ന്. അതിനായിട്ട് നിങ്ങൾക്ക് ഈ 2 പൊരുൾകളെ ധാരാളം. സോ ഇത്രയേ ഉള്ളൂ, ഒരു എളിമയാർന്ന വഴിപാട്, പക്ഷെ ഭയങ്കര പവർഫുള്ള്. എല്ലാവരും മിസ് ചെയ്യാതെ ചെയ്ത് നോക്കിക്കോളുക. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ് സൈഡിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഒരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.